നമസ്കാരം പ്രിയപ്പെട്ടവരെ. എന്നെ കേൾക്കുന്ന ബഹുഭൂരിപക്ഷം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പൊതുസമൂഹവും കാര്യമായി ശ്രദ്ധിച്ചിരിക്കാനിടയില്ലാത്തതും എന്നാൽ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതും ചിന്തിക്കേണ്ടുന്നതുമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങളിൽ പലരുടെയും മക്കൾ ഇപ്പോൾ 10ാം ക്ലാസ്സിലെയോ ഹയർ സെക്കൻഡറി പരീക്ഷയോ എഴുതുന്ന തിരക്കിലുമായിരിക്കാം. നിങ്ങളോട് ഒരു ചെറിയ ചോദ്യം. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ അച്ചടിച്ചു വന്ന മാധ്യമങ്ങൾ നിങ്ങൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ചോ? ഹയർ സെക്കൻഡറി 10ാം തരം ക്ലാസ്സുകളിലെ പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന കുട്ടികളുടെ ചിത്രങ്ങൾ പ്രസിദ്ധീകരിച്ച മാർച്ച് 29-ലെയും 31-ലെയും തിരുവനന്തപുരത്ത് ലഭ്യമാകുന്ന ഒട്ടുമുക്കാൽ പത്രങ്ങളിലെയും ചിത്രങ്ങളിലെ സാമ്യം കണ്ട് സത്യത്തിൽ ഞാൻ അമ്പരന്നു. എല്ലാ പത്രങ്ങളിലും പെൺകുട്ടികളുടെ മാത്രം ചിരിച്ച മുഖങ്ങൾ. ആൺകുട്ടികളെ അപ്പാടെ ഒഴിവാക്കി കഴിഞ്ഞിരിക്കുന്നു. പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന ആൺകുട്ടികളുടെ ചിത്രങ്ങൾ ഏതെങ്കിലും പത്രത്തിൽ കൊടുത്തിട്ടുണ്ടോ എന്നറിയാൻ തൊട്ടടുത്തുള്ള വായനശാലകളിലൊക്കെ ഞാൻ കയറിയിറങ്ങി. തിരുവനന്തപുരത്ത് ലഭ്യമായ ഇന്ത്യൻ എക്സ്പ്രസിലും ഹിന്ദുവിലും പരതി. സംഗതി തഥൈവ. ആൺകുട്ടികളുടെ പടങ്ങളേ നൽകിയിട്ടില്ല. ആൺകുട്ടികൾ എന്താ പ്രശ്നക്കാരാണോ? എന്തേ അവരെ ഒഴിവാക്കിയത്? ഇനി വല്ല പൊതു തീരുമാനങ്ങൾ എന്തെങ്കിലും ഈ വിഷയത്തിൽ പത്രമാധ്യമങ്ങൾ ഒരുമിച്ചെടുത്തിട്ടുണ്ടോ? ചോദ്യങ്ങൾ അനേകം മനസ്സിൽ പൊന്തി. പെൺകുഞ്ഞുങ്ങൾക്കിടയിലും ആൺകുട്ടികൾക്കിടയിലും കുഴപ്പക്കാരുണ്ടാകാം എന്നു കരുതി അവരിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്ന് തഴയേണ്ടതുണ്ടോ? എന്തായാലും അങ്ങനെ സംഭവിച്ചിരിക്കുന്നു. സംഭവിച്ചു കൂടാത്തതാണത്. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചിത്രങ്ങൾ എടുത്തുകൊണ്ട് നൽകുന്ന ഫോട്ടോഗ്രാഫർമാരോട് ചോദിക്കാൻ എന്തേ ഒരു എഡിറ്റർക്കും നാവ് പൊങ്ങാത്തത്? അതോ കൊണ്ടുവരുന്ന ഫോട്ടോ അതേപടി പ്രസിദ്ധീകരിക്കലാണോ നയം? ഇത് എൻ്റെ ഒരു ആരോപണമല്ല, ലിംഗവിവേചനത്തിനെതിരെയുള്ള ഒരു ചോദ്യം മാത്രം. ഏതെങ്കിലും ഒരു വിഭാഗത്തെ മുഴുവനായി ഒഴിവാക്കുന്നത് ശരിയാണോ? ചിന്തിക്കണം. സത്യത്തിൽ ഇതൊരു റെപ്രസെൻറ്റേഷൻ ഇഷ്യൂ ആണ്. നിങ്ങൾ ആരും ശ്രദ്ധിക്കപ്പെടേണ്ടവരല്ല എന്ന് 17-18 വയസ്സുള്ള ആൺകുഞ്ഞുങ്ങളോട് പറയാൻ മാധ്യമങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ ധൈര്യം വന്നു? ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വിഷയമല്ലിത്. നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾ ആരും പരീക്ഷ എഴുതുന്നില്ലേ എന്ന സ്വാഭാവികമായ ചോദ്യം ഫോട്ടോ കാണുന്നവരിൽ ഉയരും. അതുമാത്രമാകും പലർക്കും തോന്നുന്നത്. എന്നാൽ ഏറെക്കാലം മാധ്യമപ്രവർത്തകനും അധ്യാപകനുമായിരുന്ന എൻ്റെ മനസ്സിൽ അതിലേറെ കാര്യങ്ങൾ കടന്നു വന്നു. അതാണ് ഞാൻ നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. പെൺകുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മുഖം പകർത്തിയതിൽ സന്തോഷിക്കുന്നവനാണ് ഞാനും. എന്നാൽ അതിൻ്റെ പിന്നിൽ അത്ര നിഷ്കളങ്കമല്ലാത്ത ചിലതുണ്ട്, അല്ലെങ്കിൽ ചിലരുണ്ട്. മാർച്ച് 29-ന് ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന പെൺകുട്ടികളുടെ ചിത്രം മാത്രം നൽകി എന്ന കുറവ് തിങ്കളാഴ്ച 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ചിത്രം നൽകുമ്പോൾ പരിഹരിക്കപ്പെടും എന്ന് ചിന്തിച്ച് ചൊവ്വാഴ്ച വരെ കാത്തിരുന്ന് 31-ന് ഞാൻ എല്ലാ പത്രങ്ങളും പരതി. പെൺകുട്ടികളുടെ ചിത്രങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച അച്ചടി മാധ്യമങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി ആൺകുട്ടികളെ അപ്പാടെ തഴഞ്ഞിരിക്കുന്നു. നീതിപരമോ ബാലൻസ്ഡോ അല്ലാത്തതും തികച്ചും പക്ഷപാതപരവുമായ ഈ ക്യാമറ കണ്ണുകൾക്ക് പിന്നിലെ കരങ്ങളെ സംശയത്തിൻ്റെ ദൃഷ്ടി കൊണ്ട് മാത്രമേ എനിക്ക് കാണാൻ കഴിയൂ. മാധ്യമങ്ങൾക്ക് വലിയൊരു ശക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ എന്തു കാണിക്കുമ്പോഴും അത് ഒരു നറേറ്റീവ് ആയി മാറാൻ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ദയവായി നിങ്ങളിത് കേൾക്കണം. ഞാൻ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ ആ അഭിപ്രായം രേഖപ്പെടുത്തുകയും പരമാവധി ഷെയർ ചെയ്യുകയും വേണം. കാരണം ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ചിത്രങ്ങളിലെ പെൺകുഞ്ഞുങ്ങളുടെ മുഖത്തെ നിഷ്കളങ്കത ഒരുപക്ഷെ അതെടുത്തവർക്കുണ്ടാകണം എന്ന് നിർബന്ധമില്ല. മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അറയിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോഴും പഴയ പ്രീ ഡിഗ്രി പരീക്ഷ കഴിഞ്ഞപ്പോഴുമുള്ള അവസാന ദിവസത്തെ ഓർമ്മകൾ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിട്ടില്ലാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാകില്ല. എന്നെ കേൾക്കുന്നവരിൽ മുതിർന്ന എല്ലാവരുടെയും മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അറയിൽ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന അവസാന ദിവസം ഉറപ്പായും ഓർമ്മ കാണും. ബിരുദമോ ബിരുദാനന്തര ബിരുദമോ കോഴ്സുകൾ കഴിഞ്ഞ് കലാലയങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്ന അവസാന ദിവസത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിലേറെ വികാരനിർഭരമാണ് 10ാം ക്ലാസ് പരീക്ഷയോ ഹയർ സെക്കൻഡറി പരീക്ഷയോ കഴിഞ്ഞിറങ്ങുമ്പോഴുള്ള മാനസികാവസ്ഥ. 10ാം ക്ലാസ് പരീക്ഷ എഴുതിക്കഴിഞ്ഞിറങ്ങുന്ന അവസാന ദിവസത്തെ വിദ്യാലയ വികാര വിചാരങ്ങൾ ഒപ്പിയെടുക്കാനുള്ള മാധ്യമ ആക്രാന്തം ഇന്നത്തെ അപേക്ഷിച്ച് പണ്ട് വളരെ കുറവായിരുന്നു. എങ്കിൽ പോലും കുഞ്ഞുങ്ങളുടെ വികാരനിർഭരമായ വിടവാങ്കലിൻ്റെ ചിത്രങ്ങൾ ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് അക്കാലത്ത് മാധ്യമങ്ങൾ നൽകിയിരുന്നത്. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ വിദ്യാർത്ഥിനികളുടെ ചിത്രങ്ങൾ അടങ്ങിയ 29 മാർച്ച് 31 മാർച്ച് തീയതികളിലെ എല്ലാ മാധ്യമങ്ങളും ദയവായി നിങ്ങളും ഒന്ന് പരിശോധിക്കണം.
തിരുവനന്തപുരത്ത് ലഭ്യമാകുന്ന എല്ലാ എഡിഷനുകളിലും പെൺകുട്ടികളുടെ ഫോട്ടോകൾ മാത്രമെടുത്ത് പ്രദർശിപ്പിച്ച മാധ്യമ മനോനില നിങ്ങളും മനസ്സിലാക്കണം. തിരുവനന്തപുരത്തെ എഡിഷനുകൾ മാത്രമാണോ ഇത് എന്ന് എനിക്കറിയില്ല. എന്നെ കേൾക്കുന്നവർ ബാക്കിയുള്ള എഡിഷനുകളുടെ ചിത്രങ്ങളും പരതിയാട്ടെ. പെൺകുട്ടികളുടെ ഫോട്ടോ എടുത്തതിലല്ല, ആൺകുട്ടികളെ പൂർണ്ണമായി ഒഴിവാക്കി 17 എത്തി നിൽക്കുന്ന പെൺകുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ മാത്രം ഒപ്പിയെടുത്ത് രണ്ടും രണ്ടാണ് എന്ന വേർതിരിവ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായ മാധ്യമ മര്യാദയും മനോനിലയും ചോദ്യം ചെയ്യപ്പെടണം എന്നു മാത്രമേ ഞാൻ പറയുന്നതിന് അർത്ഥമുള്ളൂ. പെൺചേഷ്ടകളുടെ ഫോട്ടോ മാത്രം എടുക്കുന്നതിന് പിന്നിലെ മനഃശാസ്ത്രം എന്തുകൊണ്ടോ എനിക്കിപ്പോഴും രുചിക്കുന്നില്ല. അച്ചടി മാധ്യമങ്ങളിലെ ഫോട്ടോകളുടെ അനിവാര്യതയ്ക്ക് പിന്നിലെ ലക്ഷ്യങ്ങളെപ്പോലും ചോദ്യം ചെയ്യുന്ന ഫോട്ടോകളായിരുന്നു എല്ലാ അച്ചടി മാധ്യമങ്ങളിലും വന്നത്. ആൺകുട്ടികളുടെ പടം എന്തേ ലഭിച്ചില്ല എന്ന് ഒരു എഡിറ്റർമാരും ചോദിച്ചിട്ടുണ്ടാവില്ല. സംഗതി ഏറെ ഗുരുതരമാക്കി മാറ്റുന്നതും അതാണ്. പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന 17 വയസ്സുകാരായ ആൺകുട്ടികൾക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അവരുടെ ചിത്രങ്ങൾ മാത്രം ഒഴിവാക്കിയത്? മാനസികമായ വെല്ലുവിളി നേരിടുന്നവരും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡും ഒക്കെയായ എത്രയോ വിദ്യാർത്ഥിനികൾ പരീക്ഷ എഴുതുന്നുണ്ട്. അവരുടെ ഫോട്ടോ എടുത്ത് വേറിട്ടതും വ്യത്യസ്തവുമായ ഒരു ഫോട്ടോ നൽകാൻ ഒരു ഫോട്ടോഗ്രാഫർക്കും കഴിഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അതിലേറെ സങ്കടം. സൗന്ദര്യം നിറഞ്ഞ ഫിസിക്കൽ അപ്പിയറൻസിന്റെ പിന്നാലെ പോകുന്ന ക്യാമറ കണ്ണുകളെ സൂക്ഷിക്കണം. വിശേഷിച്ചും പെൺകുട്ടികളുടെ മാത്രം ഫോട്ടോ എടുക്കാനുള്ള മാധ്യമ വ്യഗ്രതയെ വേറിട്ടു തന്നെ കാണണം. മക്കളോടത് പറയണം. ഒഴിവാക്കപ്പെടാൻ എന്തു കുറ്റമാണ് ആൺകുട്ടികൾ ചെയ്തത്? പെൺകുഞ്ഞുങ്ങളുടെ മാത്രമല്ല, ആൺകുട്ടികളുടെ രക്ഷിതാക്കളും ഫോട്ടോ എടുത്തവരുടെ കൂട്ടത്തിൽ കാണുമല്ലോ. ജെൻഡർ ഈക്വാലിറ്റിയുടെ ഈ കാലത്ത് ആൺകുഞ്ഞുങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയതിന് പിന്നിലെ കാരണങ്ങളെ ആണും പെണ്ണും ഒരുമിച്ച് നിന്ന് വിശകലനം ചെയ്യണം. പെൺകുഞ്ഞുങ്ങളെ ഒഴിവാക്കി ആൺകുട്ടികളുടെ മാത്രം ചിത്രങ്ങൾ നൽകിയിരുന്നെങ്കിലും ഇതേ നിലപാട് തന്നെ ആകുമായിരുന്നു എൻ്റേത്. ഈ ഫോട്ടോകൾ എടുത്ത ഫോട്ടോഗ്രാഫർമാരിൽ ഒരുപക്ഷെ മുഴുവൻ പേരും പുരുഷന്മാർ ആയിരിക്കാനാണ് സാധ്യത. വനിതാ ഫോട്ടോഗ്രാഫർമാർ ഉണ്ടോ എന്ന് 1-2 ഫോൺ കോളുകൾ കൊണ്ട് അറിയാമായിരുന്ന കാര്യം മാത്രമാണ്. പക്ഷേ ഞാൻ അതിന് നിനക്കിട്ടില്ല. ഹയർ സെക്കൻഡറി പരീക്ഷ കഴിഞ്ഞിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉത്തരവായി പുറത്തിറങ്ങിയിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. അതൊക്കെ തിരക്കിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതും. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വിദ്യാലയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ദിവസം ആഘോഷമാക്കി മാറ്റാൻ എനിക്ക് കഴിയുന്നതെങ്ങനെ? വിദ്യാലയങ്ങളിൽ നിന്നിറങ്ങുന്ന അവസാന ദിവസം ആഘോഷം എന്ന ആ വാക്കുകൊണ്ട് വ്യാഖ്യാനിക്കുന്നത് പോലും പുനർനിർവചിക്കപ്പെടണം. എനിക്കേറെ പ്രിയപ്പെട്ട ഒരിടത്തു നിന്ന് ഞാൻ പുറത്തു പോകേണ്ടി വരുന്ന സാഹചര്യം എനിക്ക് അങ്ങനെ ആഘോഷമായി മാറും. മനസ്സിലാകുന്നില്ല. സർക്കാർ പറയുന്ന ഇത്തരം ആഘോഷങ്ങളെന്ന് ഞാൻ പറയുന്നത് ഇൻവേർട്ടഡിൽ കേൾക്കാൻ അപേക്ഷ. സർക്കാർ പറയുന്ന ഇത്തരം ആഘോഷങ്ങൾ അക്രമങ്ങളിലേക്ക് വഴിമാറുന്നത് തടയാനുള്ള ഉത്തരവാദിത്വം അധ്യാപകർക്കാണ് പോലും. അതായത് സ്കൂൾ കോമ്പൗണ്ടിന് പുറത്തു പോയിട്ടാണെങ്കിൽ കൂടി വിദ്യാർത്ഥികളുടെ അവസാന സ്കൂൾ ദിനങ്ങളുടെ ആഘോഷം നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം അധ്യാപകർക്കുമുണ്ട് എന്ന് അർത്ഥം. അങ്ങനെ തടയാതിരുന്നാൽ അവരും കുറ്റക്കാരാകും. വിദ്യാലയങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന അവസാന ദിവസം ആഘോഷം എന്ന് വ്യാഖ്യാനിക്കുന്നവരോട് ഒരു ചോദ്യം. അവസാന ദിവസം അവർ ആഘോഷമാക്കി മാറ്റുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നാളതുവരെ വിദ്യാലയത്തിനകത്ത് അവർ അനുഭവിച്ചത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നല്ലേ കണക്കാക്കേണ്ടത്? പുറത്തിറങ്ങുന്ന കുട്ടികൾ അക്രമാസക്തരാകുന്നുവെങ്കിൽ അതിലേക്ക് അവരെ നയിച്ച അത്തരം കാര്യങ്ങളുടെ ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും പൊതുസമൂഹത്തിനുമല്ലേ? അറിവിലും അധികം സ്നേഹം വിളമ്പുന്ന അധ്യാപകരുടെ കാലം കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അധ്യാപനം കേവലം ഒരു ജീവിതോപാധി മാത്രമായി കാണുന്നവർ അധികമാകുന്നതിൻ്റെ തെളിവുകളാണ് അവസാന ദിവസം തെരുവിലിറങ്ങി അക്രമം കാട്ടുന്ന വിദ്യാർത്ഥികൾ. തെരുവിലിറങ്ങി ധരിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ യൂണിഫോം കുപ്പായം വലിച്ചു കീറുന്ന വിദ്യാർത്ഥികളെ ഇന്നലെയും ചില വീഡിയോകളിൽ കണ്ടു. യൂണിഫോം വലിച്ചു കീറുന്ന മാനസികാവസ്ഥയിലേക്ക് ഒരു വിദ്യാർത്ഥി എത്തപ്പെടുന്നു എങ്കിൽ ആ യൂണിഫോമിനുള്ളിൽ ആ കലാലയത്തിനുള്ളിൽ അവൻ അനുഭവിച്ച മാനസിക വ്യഥ എത്രമാത്രമായിരിക്കണമെന്ന് വേണ്ടേ ചിന്തിക്കേണ്ടത്? പിരിയുന്ന ദിവസം ആഘോഷമെന്നാണ് സർക്കാരിൻ്റെയും ഭാഷ്യമെങ്കിൽ നാളതുവരെ ആ കുപ്പായത്തിനകത്ത് അവൻ അനുഭവിച്ചിരുന്നത് തീവ്രമായ മനോവേദന എന്നല്ലേ അർത്ഥം? ഏതോ ഒരു കാരണത്തിൻ്റെ പേരിൽ സ്റ്റാഫ് മുറിയിൽ കയറി അധ്യാപകനെ തല്ലുന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ
കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനും കണ്ടിരുന്നു. ആ വിദ്യാർത്ഥി മാത്രമാണോ അതിന് ഉത്തരവാദി എന്നല്ലേ നാം ആദ്യം ചിന്തിക്കേണ്ടത്. കാലത്തിന്റെ ചതിക്കുഴികളിൽ പെടാൻ സാധ്യതയുള്ള കുട്ടിക്കാലത്ത് ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം വിളമ്പുന്നതിൽ നമുക്ക് പറ്റുന്ന പിഴവാണ് അവസാന ദിവസം അവരിങ്ങനെ അറുമാദിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. അച്ഛനമ്മമാരുടെയോ മറ്റുള്ളവരുടെയോ വിരലിൽ തൂങ്ങി വിദ്യാലയത്തിൽ പ്രവേശിക്കുന്ന കുഞ്ഞുങ്ങൾ 17-ാം വയസ്സിൽ അക്രമാസക്തരായി പുറത്തിറങ്ങുന്നുവെങ്കിൽ അവർ മാത്രമാണോ കുറ്റവാളികൾ? രക്ഷിതാക്കളും സർക്കാർ സംവിധാനങ്ങളും പൊതുസമൂഹവും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതല്ലേ? നമ്മുടെ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം ആകമാനം പൊളിച്ചടുക്കേണ്ടതല്ലേ? ഒടുവിൽ ഈ അക്രമങ്ങളെ സർക്കാർ ഉത്തരവ് കൊണ്ട് നിയന്ത്രിക്കേണ്ടുന്ന പരിതാപകരമായ അവസ്ഥ. കൈപിടിച്ച് വിദ്യാലയങ്ങളിൽ കൊണ്ടുചെന്നാക്കിയ രക്ഷിതാക്കൾ 17-ാം വയസ്സിലും അവരെ അതേപടി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ അവസാന പ്രവൃത്തി ദിവസം സ്കൂളിലെത്താൻ ശ്രമിക്കണം എന്ന് സർക്കാർ നിർദ്ദേശം വരുമ്പോൾ സംവിധാനങ്ങളുടെ പരാജയത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. വീണ്ടും ഞാൻ പറയട്ടെ, അച്ഛനും അമ്മയും അധ്യാപകരും ചേർന്നുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഇരകളായി പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുന്നോ എന്ന് ആദ്യം പരിശോധിക്കേണ്ടതും തിരിച്ചറിയേണ്ടതും നാം തന്നെയാണ്. അതിനിപ്പോൾ മാധ്യമങ്ങളുടെ കൂട്ട്. ലിംഗവ്യത്യാസമില്ലാതെ ഇടപഴകുന്ന നമ്മുടെ പുത്തൻ തലമുറയിലെ സൗഹൃദത്തെയോ നേരിനെയോ അതിൽ അടങ്ങിയിരിക്കുന്ന ചതിക്കുഴികളെയോ തിരയാൻ നമുക്ക് ഇന്ന് സമയമില്ല. 10-ാം ക്ലാസ് കഴിഞ്ഞാൽ കോളേജ് കുമാരന്മാരും കുമാരിമാരുമായി മാറുന്നതോടെ മുതിർന്നവരായി എന്ന ബോധ്യം ജനിപ്പിച്ചിരുന്ന ആ പഴയ പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ പുതുതലമുറയിലെ കുഞ്ഞുങ്ങളെ വെറും കുട്ടികളായി മാത്രം കണ്ട് സ്കൂൾ തലത്തിൽ പൂട്ടിയിട്ട് അവർക്ക് അറിവ് പകരുന്നതിൽ എവിടെയോ നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. തീർച്ച. അതിനും അപ്പുറമാണ് മാധ്യമങ്ങളുടെ ഈ വേർതിരിവ്. പശ്ചിമേഷ്യയിലെ സംഘർഷം മൂലം ഗൾഫ് നാടുകളിലെ മലയാളികൾക്ക് പരീക്ഷ എഴുതാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുടെയും രക്ഷിതാക്കളുടെയും മാനസിക സംഘർഷം തീരാൻ ഇനിയും സമയമെടുക്കും. പരീക്ഷ നടക്കാത്തത് കാരണം ഗൾഫിലെ പെൺകുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത വിഷമത്തിലാകും നമ്മുടെ ഫോട്ടോഗ്രാഫർമാർ. ഒക്കെ പോട്ടെ, കാര്യത്തിലേക്ക് മടങ്ങി വരാം. പറഞ്ഞു വരുന്നത് പെൺകുട്ടികളുടെ മാത്രം ഫോട്ടോ എടുക്കുന്ന മാധ്യമ മനോനിലയെക്കുറിച്ചാണ്. എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ പത്രത്തിൽ വന്നല്ലോ എന്ന് ചിന്തിച്ച് സന്തോഷിക്കുന്ന രക്ഷിതാക്കളുണ്ടാകാം. അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പെൺകുഞ്ഞുങ്ങളുടെ മാത്രം ഫോട്ടോ എടുക്കുന്നവൻ്റെ മര്യാദയും മനോനിലയും അതിലൂടെ ഒളിപ്പിച്ചു കടത്തുന്ന വിഷയങ്ങളിലും നിങ്ങൾ ബോധവാന്മാരായിരിക്കണം. കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം, അവരോടൊപ്പം നിൽക്കണം, അന്തസ്സോടെ നോ പറയാൻ പഠിപ്പിക്കണം. ജീവിതത്തിൽ ഇനിയുമേറെ ആസ്വദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. മിന്നുന്ന ഫ്ലാഷുകളെല്ലാം പൊന്നല്ല, ഫ്ലാഷുകൾ മിന്നിക്കുന്നവരും. ഇതാണ് അവരോട് പറയേണ്ടത്.